Hello everyone, welcome to the course on Power Generation, Transmission and Protection. We are discussing Module 3. In Module 3, today we are entering to volume of conductor required for various systems of transmission. ഓരോ different system of transmission കേസിൽ എങ്ങനെ നമുക്ക് volume of conductor calculate ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് വേരിയസ് സിസ്റ്റം ഓഫ് പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്? DC സിസ്റ്റം ഉണ്ട്, അതിൽ തന്നെ DC 2 വയർ ഉണ്ട്, DC 2 വയർ വിത്ത് മിഡ് പോയിന്റ് എർത്തഡ് DC 3 വയർ ഉണ്ട്. ഓക്കെ, പിന്നെയുള്ള സിംഗിൾ ഫേസ് സിസ്റ്റം, അതിനകത്ത് സിംഗിൾ ഫേസ് AC സിസ്റ്റം വിത്ത് സിംഗിൾ ഫേസ് 2 വയർ ഉണ്ട്, സിംഗിൾ ഫേസ് 2 വയർ വിത്ത് മിഡ് പോയിന്റ് എർത്തഡ് ഉണ്ട്, സിംഗിൾ ഫേസ് 3 വയർ ഉണ്ട്. പിന്നെയുള്ളത് 3 ഫേസ് AC സിസ്റ്റം ആണ്. അതിനകത്ത് 3 ഫേസ് AC സിസ്റ്റത്തിന്റെ കേസിൽ 3 ഫേസ് 3 വയർ ഉണ്ട്, 3 ഫേസ് 4 വയർ ഉണ്ട്. അതുകൂടാതെ 2 ഫേസ് AC സിസ്റ്റം ഉണ്ട്, അതിനകത്ത് 2 ഫേസ് 4 വയർ ഉണ്ട്, 2 ഫേസ് 3 വയർ ഉണ്ട്. ഇതിന്റെയൊക്കെ കേസിൽ വോളിയം ഓഫ് കണ്ടക്ടർ റിക്വയർഡ്, അതിന്റെ കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കമ്പാരിസൺ ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ ഇൻ ഓവർഹെഡ് സിസ്റ്റം. ആദ്യത്തെ നോക്കാം, 2 വയർ DC സിസ്റ്റം വിത്ത് 1 കണ്ടക്ടർ എർത്തഡ്. ഇത് ബേസ് ആണ്. ഇതേ പ്രൊസീജിയർ ആണ് നമ്മൾ എല്ലാ ഡെറിവേഷന്റെ കേസിലും ചെയ്യുന്നത്. അപ്പൊ നോക്കുക, 2 വയർ DC സിസ്റ്റം വിത്ത് 1 കണ്ടക്ടർ എർത്തഡ് എന്ന് പറയുമ്പോൾ ഫിഗർ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഒരു ഔട്ട് ഗോയിങ് വയർ കാണും, ഒരു അതിന് തന്നെ റിട്ടേൺ പാത്തും കാണും. ഓക്കെ, ഒരു ഔട്ട് ഗോയിങ് വയർ, അതിന് റിട്ടേൺ പാത്ത് കാണും. വോൾട്ടേജ് ബിറ്റ്വീൻ ടു കണ്ടക്ടേഴ്സ് ഈസ് ആക്ച്വലി VM. ഓക്കെ, മാക്സിമം വോൾട്ടേജ് ആണത്. പവർ ടു ബി ട്രാൻസ്മിറ്റഡ് എന്ന് പറയുന്ന P എന്ന് എടുത്താൽ കറണ്ട് I1 എന്തായി? P/2VM ആയി, അല്ലേ? If R1 is the resistance of each line conductor, then R1 is equal to rho L by A1. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. ഓക്കെ, A1 is the area of cross section of conductor. ലൈൻ ലോസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, I²R. ഇവിടെ കറണ്ട് I1 ആണ്, സോ I1² R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്. രണ്ട് കണ്ടക്ടർ ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു, സോ 2 ഇൻറ്റു I1² R1. I1ന്റെ വാല്യൂ എഴുതിയല്ലോ നമ്മൾ, P/VM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു P/VM the whole square rho L by A1 എന്ന് കിട്ടും. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1, ഇതിനകത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 കണ്ടുപിടിച്ചാൽ 2P² rho L divided by W into VM² എന്ന് കിട്ടും. ദിസ് ഇസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. വോളിയം കാണാൻ എന്ത് ചെയ്യുന്നത്? ഏരിയ ഇൻറ്റു ലെങ്ത് എടുക്കുക. ഓക്കെ, രണ്ട് കണ്ടക്ടർ ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു വരും, സോ 2 ഇൻറ്റു A1 ഇൻറ്റു L എന്നാവും. A1 ഇതുപോലെ ഇട്ട് കൊടുക്കുക, 2ഉം L-ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 2 ഇൻറ്റു A1 ഇൻറ്റു L സിംപ്ലിഫൈ ചെയ്താൽ 4P² rho L² divided by WVM² എന്ന് കിട്ടും. സോ മറ്റുള്ളതായിട്ട് കമ്പയർ ചെയ്യാൻ ഞാൻ ഈ വാല്യൂനെ എന്തായിട്ട് എടുത്തു? ബേസ് ആക്കി എടുത്തു. ആൻഡ് സേ അതിന്റെ വാല്യൂ ഞാൻ K എന്ന് വിളിച്ചു. സോ 2 വയർ DC സിസ്റ്റം വിത്ത് 1 കണ്ടക്ടർ എർത്തഡ് ഈസ് ആക്ച്വലി K ആയിട്ട് ഞാൻ എടുത്തു. ഇനി കിട്ടുന്നതിനെല്ലാം ഈ Kന്റെ ടേംസിൽ ഞാൻ മാറ്റി എഴുതും ഫോർ കമ്പാരിസൺ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. 2 വയർ DC സിസ്റ്റം വിത്ത് മിഡ് പോയിന്റ് എർത്തഡ്. നേരത്തെ കേസിൽ 1 കണ്ടക്ടർ എർത്തഡ് ആയിരുന്നു, ഇവിടെ മിഡ് പോയിന്റ് ആണ് എർത്ത് ചെയ്യുന്നത്. ഓക്കെ, ഒരു കണ്ടക്ടറും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് ആക്ച്വലി VM ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം രണ്ട് കണ്ടക്ടർ തമ്മിൽ എന്തായിരിക്കും? ഇസ് 2VM. ഓക്കെ, അപ്പൊ കറണ്ട് I2 എന്താണ്? രണ്ടാമത്തെ കേസ് ആയതുകൊണ്ട് കറണ്ട് I2 എന്ന് ഡിഫൈൻ ചെയ്തു ഞാൻ അതിനെ. സോ I2 is equal to P/2VM എന്ന് കിട്ടും. പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് എന്നാണ് കറണ്ട്. സോ വോൾട്ടേജ് ഇവിടെ 2VM ആയതുകൊണ്ട് I2 is equal to P/2VM ആവും. ലെറ്റ് A2 be the area of cross section of conductor. അങ്ങനെയാണെങ്കിൽ ലൈൻ ലോസ് എന്തായിട്ട് മാറി? 2I2² R2 അല്ലേ? അതെ, I2ന്റെ വാല്യൂ P/2VM ഇട്ട് കൊടുത്താൽ P/2VM the whole square 2 ഇൻറ്റു rho L by A2 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? A2ന്റെ വാല്യൂ P² rho L divided by 2W into VM² എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റൈറ്റ്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വോളിയം ഓഫ് കണ്ടക്ടർ മെറ്റീരിയൽ റിക്വയർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഇൻറ്റു ലെങ്ത് എടുക്കണം. രണ്ട് കണ്ടക്ടർ ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു, സോ 2 ഇൻറ്റു A2 ഇൻറ്റു L ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു P² rho L divided by 2W VM² ഇൻറ്റു L. സിംപ്ലിഫൈ ചെയ്താൽ P² rho L divided by W VM². ഓക്കെ, K എന്താ നമുക്കറിയാം? 4P² rho L² divided by W VM² എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത് കമ്പയർ ചെയ്താൽ ഇതിലൊരു 4 ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഡിവൈഡ് ബൈ 4 ചെയ്താ, സോ K/4 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 വയർ DC വിത്ത് മിഡ് പോയിന്റ് എർത്തഡിന്റെ കേസിൽ വോളിയം ഓഫ് കണ്ടക്ടർ കിട്ടുന്നത്.
ഓക്കെ, ഇനി 3-phase DC സിസ്റ്റം. 3-phase എന്ന് പറയുമ്പോൾ 2 ഔട്ടർ വയേഴ്സ് കാണും, നടുക്കൊരു മിഡിൽ ഉണ്ട്, അത് ആക്ച്വലി ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ആ ന്യൂട്രൽ സെക്ഷൻ എന്താണ്, എർത്ത് ചെയ്തിട്ടുണ്ട്. ലോഡ് ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ദെൻ കറണ്ട് I3, നമ്മുടെ 2 ഔട്ടറിലോട്ട് പോകുന്ന കറണ്ട് I3 എന്ന് പറയുന്നത് P/2VM എന്നാണ്. ലെറ്റ് A3 be the area of cross section of each outer wire. സോ നമുക്ക് എന്ത് കിട്ടും, ലൈൻ ലോസിന്റെ ഇക്വേഷൻ എഴുതാം. 2I3 square R3, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2I3 square R3, I3യുടെ വാല്യൂ P/2VM the whole square royal by A3. ഓക്കെ, കിട്ടി. P square royal divided by 2VM square A3 എന്നാവും. ഓക്കെ, അതിനകത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ചൂടെ, W is equal to ഇതാണെങ്കിൽ A3 ഇവിടെ എടുക്കുക, W താഴോട്ട് എടുക്കുക. അപ്പൊ എന്തായി, P square rho L divided by 2W into VM square എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു അസംഷൻ എടുക്കുവാണ്. എന്താന്ന് വിചാരിച്ചാല് ന്യൂട്രൽ വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഔട്ടർ വയറിനെക്കാളും ഹാഫ് ആണ്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ന്യൂട്രൽ വയർ ഈസ് ടു ബി ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് ഔട്ടർ വയർ. അപ്പൊ എന്ത് കിട്ടും എനിക്ക്, വോളിയം ഓഫ് കണ്ടക്ടർ റിക്വയർഡ് ഇക്വേഷൻ എന്താണ്, 2.5 into A3 into L എന്നായിരിക്കും. കാരണം 2 ഔട്ടർ കണ്ടക്ടറിന്റെ 2ഉം അതിന്റെ ഹാഫ് പോർഷൻ വരുന്ന ന്യൂട്രലിന്റെ 0.5ഉം. സോ 2.5 A3 into L. മൂന്നും ഒരേ സൈസ് ആണെങ്കിൽ 3 into A3 into L എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. ഇവിടെ ന്യൂട്രൽ വയറിൻ്റെത് ഹാഫ് ഓഫ് ദ ഔട്ടർ വയറിന് എടുത്തുകൊണ്ട് 2.5 into A3 into L എന്നായി. A3 ഇതിവിടെ ഇട്ട് കൊടുത്തു, 2.5 into A3 into L എന്നാവും. ഓക്കെ, 2 പുറത്തോട്ട് എടുത്താൽ 2.5 divided by 2 P square rho L square W VM square എന്ന് കിട്ടും. ഓക്കെ, P square rho L square W VM square. ഇതൊരിക്കലും നമുക്ക് Kയുടെ ടേംസിൽ കിട്ടണ്ടേ, സോ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 4 വേണം. ഓക്കെ, 4 കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ കൊടുക്കേണ്ടത് 5/16 എന്നുള്ള കോഎഫിഷ്യന്റ് ഇട്ട് കൊടുത്താൽ ഇൻറ്റു K കിട്ടും. സോ 5/16 into K തന്നെയാണ് 2.5/2 into rho P square rho L square W VM square ആയിട്ട് കിട്ടുന്നത്. അപ്പൊ എന്താ ആക്ച്വലി ഇവിടെ വരുന്ന മാറ്റം നമുക്ക് പറയാൻ പറ്റുന്നത്, ഈ കേസിൽ വോളിയം ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് എന്ന് പറയുന്നത് 5/16 of what is required for 2-wire DC system with 1 conductor earthed ആയിരിക്കുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് സിംഗിൾ ഫേസ് 2-wire AC system with 1 conductor earthed. സിംഗിൾ ഫേസ് ആണ്, 2-wire ആണ്, AC സിസ്റ്റം ആണ്, ഒരു കണ്ടക്ടർ എർത്ത് ചെയ്തിട്ടുണ്ട്. DC പഠിച്ചാണ്, ഇതിന്റെ തന്നെ DC നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന മാറ്റം കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് AC സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, 2 വയറാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വോൾട്ടേജ് ബിറ്റ്വീൻ നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള വോൾട്ടേജ് VM ആണ്, അത് മാക്സിമം വാല്യൂ ആണ്. അപ്പൊ RMS വാല്യൂ എന്ന് പറയുന്നത് VM/√2 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ VM/2 എന്ന് എഴുതിയിട്ടുള്ളൂ, ആക്ച്വലി √2 എന്നാണ്. സോ VM/√2 എന്നായിരിക്കും. If നമ്മള് പവർ ഫാക്ടർ, ലോഡ് പവർ ഫാക്ടർ cos phi എന്ന് അസ്യൂം ചെയ്താൽ കറണ്ടിന്റെ വാല്യൂ എന്തായി, P/VM/√2 cos phi എന്നായിരിക്കും. ദാറ്റ് ഈസ് √2 മുകളിലോട്ട് എടുത്താൽ √2 P/VM cos phi, VM/ അല്ല VM cos phi, √2 P divided by VM cos phi എന്ന് കിട്ടും. ദിസ് ഈസ് കറണ്ട് I4. പിന്നെ അടുത്ത കേസിൽ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരുന്നത്, ലൈൻ ലോസ് ആയിരുന്നു അല്ലേ. ലൈൻ ലോസ് എന്ന് പറയുന്നത് W is equal to 2I4 square R4 എന്നാണ്. I4 എന്ന് മുകളിൽ എഴുതി, √2 P divided by VM cos phi എന്നാണ്, ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക, ഇൻറ്റു റോയൽ ബൈ A4 എന്നായിരിക്കും റെസിസ്റ്റൻസ് R4ന്റെ വാല്യൂ. സിംപ്ലിഫൈ ചെയ്താൽ 4P square റോയൽ ഡിവൈഡ് ബൈ cos square phi VM square A4 എന്ന് കിട്ടും. അതിനകത്ത് A4ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ 4P square റോയൽ ഡിവൈഡ് ബൈ cos square phi W VM square എന്ന് കിട്ടും. ഓക്കെ, ഇനി ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ വോളിയം 2 into A4 into L എന്നാണ്. A4ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, 2 cos square phi 4P square rho L square W VM square എന്നാവും. So this is actually K. So 2 cos square phi into K അല്ലെങ്കിൽ 2K by cos square phi എന്നായിരിക്കും നമുക്ക് ഈ കേസിൽ വോളിയം ഓഫ് കണ്ടക്ടർ റിക്വയർഡ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിംഗിൾ ഫേസ് തന്നെ 2-wire സിസ്റ്റം വിത്ത് മിഡ് പോയിന്റ് എർത്തഡ്. മിഡ് പോയിന്റ് എർത്തഡ് ആകുമ്പോൾ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം നമുക്ക്. വോൾട്ടേജ് ബിറ്റ്വീൻ 2 conductors it is 2 VM, മാക്സിമം വാല്യൂ ആണ്. RMS വാല്യൂ കണ്ടാൽ എന്തായി, 2 VM/√2, ദാറ്റ് ഇസ് √2 VM തന്നെയാണ്.
ലോഡ് കറണ്ട് I5 എടുത്താൽ ഫിഫ്ത്ത് കേസിൽ I5 എടുത്താൽ P/√2 Vm cos phi എന്നാവും. ലൈൻ ലോസ് കണ്ടുപിടിച്ചാൽ 2I5² R5 എന്നായി. ഈ I5 വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. 2 into P/√2 Vm cos phi the whole square into R5 എന്നാവും. അതിനകത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A5 കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? P² rho L divided by WVm² cos square phi എന്ന് കിട്ടും. Okay, this is area of cross section, right? നമുക്ക് എന്ത് വേണം? വോളിയം കണ്ടുപിടിക്കണം. എങ്ങനെ? 2 into A5 into L എന്നാവും. A5 ഇട്ട് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. 2P² rho L² WVm² cos square phi എന്നാവും. ഓക്കെ, ഇതിനകത്ത് നിന്ന് 2 divided by cos square phi വെളിയിലെടുത്തോ എഴുതിയാൽ എന്തും 2 divided by cos square phi into P² rho L² WVm² എന്ന് കിട്ടും. ഇതെങ്ങനെ നമുക്ക് കെന്റെ ടേംസിൽ എഴുതാം? കെന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. 4P² rho L² WVm² എന്നാണ് ആണല്ലോ. സോ നമുക്ക് മുകളിൽ 4 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 2 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിൽ ചെയ്യുമ്പോൾ താഴെയും ചെയ്യേണ്ടി വരും. സോ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ K divided by 2 cos square phi എന്ന് കിട്ടും എനിക്ക്. So this is the volume of conductor material required for single phase 2 wire system with the midpoint earth. Okay. ഇനി single phase 3 wire system. ചിത്രം നോക്കുക. 3 wire system എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 2 ഔട്ടേഴ്സ് കാണും, ഒരു ന്യൂട്രൽ വയറും കാണും. ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ട് 0 ആയിരിക്കും. സോ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ഇറ്റ് ഈസ് 2 Vm. അതിന്റെ RMS വാല്യൂ കണ്ടാൽ 2 Vm/√2 ആണ്. ദാറ്റ് ഈസ് √2 Vm തന്നെയാണ്. ലോഡ് പവർ ഫാക്ടർ കോസ് ഫൈ എന്ന് അസ്യൂം ചെയ്താൽ ലോഡ് കറണ്ട് I6 is equal to P divided by √2 Vm cos phi എന്നായിരിക്കും. സോ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? അതിനകത്തുനിന്ന് ലൈൻ ലോസ് കണ്ടുപിടിക്കാം. 2I6² R6 എന്നാണ്. സോ 2 into P/√2 Vm cos phi the whole square rho L by A6 എന്ന് കിട്ടും. R6 is rho L by A6. സിംപ്ലിഫൈ ചെയ്ത് അതിനകത്ത് A6ന്റെ വാല്യൂ എഴുതിയാൽ P² rho L divided by WVm² cos square phi എന്ന് കിട്ടും. ഓക്കെ, ഈ നമ്മുടെ ന്യൂട്രൽ വയറിന്റെ ക്രോസ് സെക്ഷൻ ഓഫ് ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് ഔട്ടർ വയർ ആയിട്ട് എടുത്താൽ എന്തായിരിക്കും വോളിയം റിക്വയർഡ് എന്ന് പറയുന്നത്? 2.5 into A6ന്റെ L ആയിരിക്കില്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2.5 into A6ന്റെ L. സോ 2.5 into A6 ഇതുപോലെ എടുത്തെഴുതുക L. സിംപ്ലിഫൈ ചെയ്താൽ 2.5 P² rho L² WVm² cos square phi എന്നായിരിക്കും. ഓക്കെ, ഇതിനകത്ത് 2.5 divided by cos square phi പുറത്തെടുത്താൽ 2.5 divided by cos square phi into P² rho L² divided by WVm² എന്നായിരിക്കും. ഓക്കെ, അപ്പോ എനിക്ക് വേണ്ടത് മേളില് 4 എന്നുള്ളൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? മേളില് 4 ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം മേളിൽ ചെയ്യുന്ന അതേ മൾട്ടിപ്ലിക്കേഷൻ എനിക്ക് താഴെ ചെയ്യണം, റീഅറേഞ്ച് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് K ആവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. 2.5 divided by cos square phi എന്നിട്ട് കൊടുക്കുക into P² divided rho L² by P² into rho L² divided by WVm². ഓക്കെ, സോ ഞാൻ ചെയ്യുന്ന എന്താണ്? മുകളിലും താഴെയും 5 divided by 8 ഇട്ട് കൊടുക്കുക. 5K divided by 8 cos square phi എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തു വന്ന പ്രൊസീജിയർ എല്ലാം സെയിം ആണ്, മാറ്റമൊന്നുമില്ല ഇല്ലല്ലോ. എല്ലാത്തിലും ചെയ്ത പ്രോസസ്സ് മാറ്റമൊന്നുമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോസസ്സ് ഈ ഡയഗ്രാം നിങ്ങൾ ആദ്യം പഠിക്കുക. പേര് വന്നാൽ ഈ ഡയഗ്രാം വരയ്ക്കാനാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. സോ ആ ഡയഗ്രാം മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. കാരണം മാറ്റമൊന്നുമില്ല. നിങ്ങൾ ഓർത്ത് നോക്കിയ പ്രൊസീജിയർ എന്താ ചെയ്തേ? വോൾട്ടേജ് കണ്ടുപിടിക്കും, അതിനകത്ത് കറണ്ട് കണ്ടുപിടിക്കും അല്ലേ? കറണ്ട് കണ്ടുപിടിക്കും, കറണ്ട് കിട്ടും, അതിനകത്ത് ലൈൻ ലോസിന്റെ ഇക്വേഷൻ എഴുതും, അതിനകത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കും, വോളിയം കണ്ടുപിടിക്കും, വോളിയത്തെ ഇൻ ടേംസ് ഓഫ് K ആയിട്ട് ഞാൻ എഴുതും. ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ, മാറ്റമൊന്നുമില്ലല്ലോ. എല്ലാത്തിലും ഒരേ പ്രൊസീജിയർ തന്നെ. നമ്മൾ കുറച്ചെണ്ണം കൂടെ ചെയ്യാനുണ്ട്, നോക്കാം. അപ്പം ഈ വീഡിയോ ഒന്ന് കൃത്യമായിട്ട് കാണാൻ നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ എഴുതി തന്നെ ഡിറൈവ് ചെയ്ത് പഠിക്കുക. താങ്ക് യു.